ഈ കോൺഗ്രസ്സുകാരുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ അച്ഛൻ ഇപ്പൊ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫിസ് സയ്യിദാണ്. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവിനെ പോലെയുള്ള ഒരു വലിയൊരു സ്വീകാര്യതയാണ് ആർക്ക് കിട്ടുന്നത്? ഹാഫിസ് സയ്യിദിന്. മുഹമ്മദ് അലി ജിന്നയ്ക്കോ മഹാത്മാഗാന്ധിക്കോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഇന്ന് കൊടുക്കുന്നത് ഹാഫിസ് സയ്യിദിനാണ്. ഹാഫിസ് സയ്യിദിന്റെ അനുയായികളാണ്. ഇപ്പൊ നോക്കൂ, അത് രണ്ട് മുന്നണികളുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അത് കോൺഗ്രസ് മാത്രമല്ല. ഇപ്പോൾ CPM-ന്റെ വലിയൊരു പാർട്ടി കോൺഗ്രസ് നടന്നല്ലോ. നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും, ഒരു കഫിയ എന്ന് പറയുന്ന വലിയൊരു മതഭീകരവാദികൾ, അത് ഇസ്രായേലിലെ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി മതതീവ്രവാദികൾ തയ്യാറായപ്പോൾ അവർ ധരിച്ചിട്ടുള്ള ഒരു കഫിയ എന്ന് പറയുന്ന ഒരു കീറത്തുണി, ആ കീറത്തുണി ധരിച്ചുകൊണ്ട് ഒരു സമ്മേളനത്തിൽ ഇരുന്നു കൊണ്ട് മതഭീകരവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുള്ള ഈ കേരളത്തിൽ നമ്മൾ കണ്ടത്, ഇന്ത്യൻ മഹാരാജ്യത്ത് നമ്മൾ കണ്ടത്. മാഷിപ്പോ രാജ്യത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അല്ലെങ്കിൽ പെഹൽഗാമിൽ നടന്നിരിക്കുന്ന ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം വലിയ രീതിയിൽ പാകിസ്ഥാന് കയ്യിലൊരു വടി കൊടുക്കുന്ന, ഇന്ത്യക്ക് എതിരെ ഒരു വടി കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ? തീർച്ചയായും പാകിസ്ഥാനിന് വേണ്ടിയിട്ട് ഈ പഹൽഗാം വിഷയത്തിന് ശേഷം കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രസ്താവന അങ്ങേയറ്റം രാജ്യവിരുദ്ധവും പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് നമുക്ക് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററിയുടെ സൈന്യത്തിന്റെ തലവനോ പറയുന്നതിനേക്കാൾ കൂടുതലുള്ള ഇന്ത്യ വിരുദ്ധതയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കളും പറയുന്നത്. അത് കേരളത്തിൽ നിന്നായിക്കോട്ടെ, കർണാടകത്തിൽ നിന്നായിക്കോട്ടെ, ഈ കേരളത്തിലാകമാനം ഇത്തരത്തിൽ പാകിസ്ഥാൻ അനുകൂലമായിക്കൊണ്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് കോൺഗ്രസിന്റെയും നേതാക്കൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ട് ഓൾ ഇന്ത്യ കമ്മിറ്റിക്ക് ഇവിടെ തങ്ങളുടെ നേതാക്കന്മാർ ഇനി പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവന ഇറക്കരുത്, ഇന്ത്യ വിരുദ്ധ പ്രസ്താവന ഇറക്കരുത് എന്നൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഒഫീഷ്യലായിട്ട് അതിൻ്റെ അണികളെ അറിയിക്കുമ്പോൾ ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകളുടെ മനോഭാവം ആർക്കൊപ്പമാണ്? നമ്മളത് ചിന്തിക്കണതല്ലേ. മുഖ്യമന്ത്രി അടക്കം, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അടക്കം ഈ പാകിസ്ഥാനെ ഈ വലിയ രീതിയിൽ വെള്ള പൂശുന്നതിനും ഇവിടെ രാജ്യവിരുദ്ധത പറയുന്നതിനും വേണ്ടി കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ നിലപാട് തന്നെയാണ്. ഇതിപ്പോ രാഹുൽ ഗാന്ധി രഹസ്യമായി പറയുന്നത് ഇവിടെ പരസ്യമായിട്ടാണ് ആര് പറയുന്നത്? കോൺഗ്രസ്സുകാർ പറയുന്നത്. അപ്പൊ നോക്കി, ഇത് എല്ലാ കാലഘട്ടത്തിലും ഈ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. ഇന്ത്യ വിഭജനത്തിന്റെ യഥാർത്ഥ കാരണക്കാരെ നോക്കി എത്തിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല നേതാക്കളും എത്തിച്ചേരും. അത് നെഹ്റുവിനടക്കം അതിൽ നിന്ന് കൈ കഴുകാൻ സാധിക്കില്ല. അപ്പൊ ആ നെഹ്റുവിന്റെ പാരമ്പര്യം പേറുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ഈ രാജ്യത്ത് രാജ്യവിരുദ്ധതയും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ പോകുമ്പോൾ അതിനെ ഈ രാജ്യത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. അതാണ് പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അത് മുഖ്യമന്ത്രിയായിരുന്നാലും ശരി, ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, അവർ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് എതിരെ സംസാരിക്കാൻ ഇവർ തയ്യാറല്ല. തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ആഗോളതലത്തിൽ എടുക്കുമ്പോൾ തന്നെ അറിയാം, എല്ലാ തീവ്രവാദികളും ഉന്നയിക്കുന്നത് ഒരേ ആശയം തന്നെയാണ്, അവർ ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ രാജ്യത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഈ തീവ്രവാദം എന്നുള്ളത് അതിന് പ്രത്യേക ഒരു മതത്തിൻ്റെയോ മത ആശയങ്ങളുടെ ഭാഗമല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനെ എത്രത്തോളം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇനി ഉൾക്കൊള്ളാൻ സാധിക്കും? അല്ല, അതൊരു പ്രൊപ്പഗാൻഡ, ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. തീവ്രവാദത്തിന് കൃത്യമായ മതമുണ്ടല്ലോ. ആ മതം തന്നെയാണ് ഹമാസിന്റെ പ്രവർത്തനത്തിൽ കാണുന്നത്. ഹമാസിന്റെ പ്രവർത്തനമായിക്കോട്ടെ, കാശ്മീരിലെ മതഭീകരവാദികളുടെയും ലഷ്കർ തൊയ്ബയുടെയും, ഇനി അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെയും, സിറിയയിലെ മതഭീകരവാദികളുടെയും, IS-ന്റെ ഒക്കെ മുദ്രാവാക്യം മതഭീകര തന്നെയാണ്. അതെങ്ങനെയാണ് ഇവർ ഇല്ല എന്ന് പറയാൻ സാധിക്കുക? അപ്പൊ ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രൊപ്പഗാൻഡ ഇവിടുത്തെ മാധ്യമങ്ങളും കുറച്ച് ഇടതുപക്ഷ പരിപ്രേക്ഷ്യമുള്ള കുറച്ച് ആളുകളും തമ്മിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കറിയാം, ഇവിടുത്തെ ജിഹാദികളെ, മതഭീകരവാദികളെ, ഇസ്ലാമിക ഭീകരവാദികളെ വെള്ള പൂശേണ്ടത് അവരുടെ ആവശ്യമാണ്. അവരുടെ ഉപ്പും ചോറും തിന്നുന്നവരാണ് ഇവിടുത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും, ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും. അവരിൽ നിന്ന് വലിയ രീതിയിലുള്ള ഫണ്ടിങ് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്ദിയുള്ള നായക്കളെ പോലെയാണ് ഇവർ പെരുമാറുന്നത്. കാരണം അങ്ങനെയാണല്ലോ, യജമാനന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നന്ദിയുള്ള നായക്കളെ പോലെ ഇടപെടുന്ന, പാകിസ്ഥാന് വേണ്ടി കുരയ്ക്കുന്ന നായക്കളെ ആയിട്ടാണ് നമ്മൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യവിരുദ്ധതയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, കോൺഗ്രസ് നേതാക്കളതായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഈ ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര ഭാരതം മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പോലെ ഈ രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് അവർ അന്ന് കൊണ്ടുപോയി തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി. പരസ്യമായിട്ട് അമേരിക്കയിൽ പോയിട്ടും ലണ്ടനിൽ പോയിട്ടും വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് അദ്ദേഹം നടത്തുന്ന നമ്മുടെ വലിയ ഈവെന്റുകൾ ഉണ്ടല്ലോ, ബോധപൂർവ്വം നടത്തുന്ന ഈവെന്റുകൾ, ആ ഈവെന്റുകളൊക്കെ പറയുന്നത് ഇതേ രാജ്യവിരുദ്ധതയാണ്. ഇവരാണ് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്. ഇവർ ഒരേ സമയത്ത് നോക്കൂ, ഇവർ ഒരേ സമയം വേട്ടക്കാരന്റെ കൂടെ നിന്നുകൊണ്ട് ഇരകൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഹമാസ് അവിടെ ചെയ്ത കാര്യം സമയത്ത് ഇവർ ആരോട് കൂടി നിന്നത്? ഇസ്രായേൽ നമുക്കറിയാമല്ലോ, ഹമാസ് നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ ബലാത്കാരങ്ങൾ, ഒരു ജനതയുടെ മേൽ മതം നോക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഹമാസിന്റെ ആക്രമണങ്ങൾ, ആ ആക്രമണത്തെ തള്ളിപ്പറയാൻ ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനോ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ തയ്യാറായിട്ടില്ല. അപ്പൊ ഇവിടെ നടന്നപ്പോഴും പഹൽഗാമിൽ നടന്നപ്പോഴും ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ആഗോള ഇസ്ലാമിക ഭീകരവാദത്തോട് സന്ധി ചെയ്തുകൊണ്ട് ഈ രാജ്യത്താകമാനം ഭീകരവാദ ശക്തികൾക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് സിനിമാ മേഖലയിലായിരുന്നാലും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഏത് രീതിയിലുള്ള വർഗീയ പ്രചരണവും പ്രീണനവുമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ കാശ്മീർ ഫയൽ എന്ന് പറയുന്ന കാശ്മീരിന്റെ യഥാർത്ഥ വശങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ പഹൽഗാമിൽ ഹിന്ദു കൂട്ടക്കൊലയെ പോലെ 90കളിൽ കാശ്മീരിലെ വാലിയിൽ ഉണ്ടായിട്ടുള്ള ഹിന്ദു പണ്ഡിറ്റുകളെ, ലക്ഷക്കണക്കിന് ആളുകളെയാണ് അത് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടുള്ളത്. അവിടെ ഒക്കെ നോക്കിയിട്ടുള്ള മതം തന്നെയാണ്. അപ്പൊ കാശ്മീരിലെ പണ്ഡിറ്റ് കൊല ചെയ്യപ്പെടുന്നത് കാശ്മീരി ആയതിന്റെ പേരിലല്ല, കാശ്മീരി ഹിന്ദു ആയതിന്റെ പേരിലാണ്. അങ്ങനെയാണ് കാശ്മീർ വാലിയിലെ ഇതര മതത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെടേണ്ടതല്ലേ? മരണപ്പെടുന്നില്ലല്ലോ. ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന സമയത്ത് മരണപ്പെടുന്ന ജൂതനും ക്രിസ്ത്യാനിയും ഹിന്ദുവാണ്. നോക്കണം, അവിടെ വെടിവെപ്പിനകത്ത് മരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ്. അപ്പം നോക്കും, മതം നോക്കിക്കൊണ്ട് കലിമ ചൊല്ലില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രം പോലും അഴിച്ച് നോക്കിക്കൊണ്ട് ഒരു വിഭാഗത്തെ കൊന്ന് തള്ളുന്നതിന് പിന്നെ എന്ത് പേരിലാണ് നമ്മൾ വിളിക്കുക? അങ്ങനെയാണെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള അറ്റാക്ക് ആണെങ്കിൽ അവിടെ കുതിരക്കാരായിട്ടുള്ള പല ആളുകളുണ്ടല്ലോ, പല മതത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും വെടിയേറ്റില്ലല്ലോ. ഹിന്ദുവാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനെ കലിമ ചൊല്ലിപ്പിച്ചിട്ട് അവൻ അതിനിഷ്ഠൂരമായി കൊല ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അപ്പം ഈ മതഭീകരവാദത്തിന്, ഈ പറയുന്ന ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. മതഭീകരവാദത്തിന് ഒറ്റ മതത്തിന്റെ ഭീകരവാദമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ ഭീകരവാദത്തിന്റെ പേര് ഇസ്ലാമിക ഭീകരവാദം എന്നാണ്. അപ്പൊ അതിനകത്ത് യാതൊരു സംശയവും നമുക്കില്ല. ഉത്തരേന്ത്യയിലൊക്കെ ഹൈന്ദവ സമൂഹം വ്യാപകമായിട്ട് ഈ ഒരു വിഷയത്തിന് ശേഷം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ആ പുലബന്ധം പോലും അവസാനിപ്പിച്ച്, ആ സംഘടനയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് മുന്നോട്ട് വരികയാണ്. ഇത് വ്യാപകമായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ തുടരുകയാണ്. കേരളത്തിലും ഇതിനുള്ള സാഹചര്യങ്ങൾ നിലവിലെ ഒരു അവസ്ഥയിലുള്ളേ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കൂ, ഉത്തരേന്ത്യ സത്യത്തിൽ കോൺഗ്രസിന് എന്നോ കൈയൊഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ള പല നിലപാടുകൾ, അത് രാമജന്മഭൂമി വിഷയമായിക്കോട്ടെ, ഗുജറാത്ത് കലാപമായിക്കോട്ടെ, ഈ കേരളത്തിലും ഇന്ത്യയിലും അവർ നടത്തിയിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ അവർക്കൊപ്പം നിന്നിരുന്ന വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഹിന്ദുക്കൾ ഇന്ന് വലിയ രീതിയിൽ അവരെ കൈയഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് നോക്കൂ, കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസ് ഭരിച്ചിരുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട്? രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്ത് അടക്കമുള്ള വലിയ വലിയ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നു. അവിടെയൊക്കെ നാമവിശേഷമാകാനുള്ള കാരണം എന്താണ്? ഇസ്ലാമിക മതഭീകരവാദികൾക്ക് എല്ലാ കാലഘട്ടത്തിലും കുടചൂടുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ പരിപാടി. അപ്പം അതുകൊണ്ട് കോൺഗ്രസിലെ ശേഷിക്കുന്ന ഹിന്ദു ജനതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അവഗണിക്കും. അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കും. യഥാർത്ഥ ഹിന്ദു സംരക്ഷകരാരാണോ അവരുടെ കൂടെ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൻ്റെ അലയൊലികൾ ഈ കേരളത്തിലും ഉണ്ടാകും. ഈ കേരളത്തിൽ ഇവർ നടത്തുന്ന പച്ചയായ ന്യൂനപക്ഷ പ്രീണനം, ജമാഅത്ത് ഇസ്ലാമിയോടുള്ള കൂട്ടുകെട്ട്, പോപ്പുലർ ഫ്രണ്ടിനോടുള്ള ഇവരുടെ സന്ധി, ഇതൊക്കെ കേരളത്തിലെ ഹിന്ദു സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് അഭിമാനബോധത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അവർ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമോ സംഘപരിവാറിനൊപ്പമോ ചേർന്നാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ കാശ്മീർ അവർ കണ്ടു. അടുത്തൊരു കാശ്മീരാകാൻ കേരളത്തിനും വലിയ സാധ്യതകളുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് താഹൂർ റാണയെ പോലെയുള്ള മതഭീകരവാദ ശക്തികൾ ഇവിടെ വന്നിട്ടാണ് അവരുടെ ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ മതഭീകരവാദ സംഘടനകൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഇവിടെ വന്ന് സുരക്ഷിതമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധയും ഒത്താശം ചെയ്തു കൊടുക്കുന്ന ഇവിടുത്തെ ഇടതുവലത് മുന്നണികളാണ്. ഇപ്പൊ IS മാത്രം കേരളത്തിൽ നിന്ന് 130 പേരാണ് പോയിട്ടുള്ളത്. നമ്മൾ നോക്കണം, കണ്ണൂർ അടക്കം 130 പേരാണ് പോയിട്ടുള്ളത്. അത് പോയതിൽ ഭൂരിപക്ഷം ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മതപരിവർത്തനം ചെയ്തിട്ട് IS സിറിയയിലേക്കും ആടുമേക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് കേരളമുള്ളത്. അത് ക്രൈസ്തവ ജനതയിൽപ്പെട്ട ആളുകളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല ഈ തീവ്രവാദ ശക്തികളുടെ പ്രശ്നമുള്ളത്. ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ മതപരിവർത്തനത്തിന് പെൺകുട്ടികൾ വിധേയമായിട്ടുള്ളത് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ്. അപ്പം മതഭീകരവാദികൾ ഇവിടെ എല്ലാ അർത്ഥത്തിലും പിടിമുറുക്കിയിട്ടുണ്ട്. അത് ലാൻഡ് ജിഹാദ് ആയിക്കോട്ടെ, ലവ് ജിഹാദ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ഇസ്ലാം ആയിക്കോട്ടെ, അവർ എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ സാമൂഹിക മേഖലയിൽ വലിയ രീതിയിൽ കൈകടത്തൽ നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഇടത് വലത് മുന്നണിയിൽ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും ഇനി രക്ഷയുണ്ടെങ്കിൽ അത് BJP മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ഹഫീസ് സെയ്ദ്, ഇയാളുടെ പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഇയാളോടൊരു വൈരാഗ്യം ഇല്ലാത്ത രീതിയിൽ നരേന്ദ്രമോദിയോട് തീവ്രമായിട്ടുള്ള വൈരാഗ്യം, ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്. അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം? ഹഫീസ് സെയ്ദാണോ നരേന്ദ്രമോദിയാണോ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ന് ഏറ്റവും പ്രിയങ്കരൻ? അല്ല, ഈ കോൺഗ്രസ്സുകാരുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ അച്ഛൻ ഇപ്പോൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹഫീസ് സെയ്ദാണ്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവിനെ പോലെയുള്ളൊരു വലിയൊരു സ്വീകാര്യതയാണ് ആർക്ക് കിട്ടുന്നത്? ഹഫീസ് സെയ്ദിന്. മുഹമ്മദ് അലി ജിന്നയ്ക്കോ മഹാത്മാഗാന്ധിക്കോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഇന്ന് കൊടുക്കുന്നത് ഹഫീസ് സെയ്ദിനാണ്.
ഹാഫിസ് സയ്യിദിന്റെ അനുയായികളാണ്. ഇപ്പം നോക്കൂ, അത് രണ്ട് മുന്നണികളുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അത് കോൺഗ്രസ് മാത്രമല്ല. ഇപ്പോൾ CPM-ന്റെ വലിയൊരു പാർട്ടി കോൺഗ്രസ് നടന്നല്ലോ, നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. ഒരു കഫിയ എന്ന് പറയുന്ന വലിയൊരു മതഭീകരവാദികൾ, അത് ഇസ്രായേലിലെ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി മതതീവ്രവാദികൾ തയ്യാറായപ്പോൾ അവർ ധരിച്ചിട്ടുള്ള ഒരു കഫിയ എന്ന് പറയുന്ന ഒരു കീറത്തുണി, ആ കീറത്തുണി ധരിച്ചുകൊണ്ട് ഒരു സമ്മേളനത്തിൽ ഇരുന്നു കൊണ്ട് മതഭീകരവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുള്ള ഈ കേരളത്തിൽ നമ്മൾ കണ്ടത്, ഇന്ത്യയിൽ മഹാരാജ്യത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ കോൺഗ്രസ്സുകാരും ഈ രണ്ട് മുന്നണികൾക്കും പച്ചയായിട്ടുള്ള ഇസ്ലാമിക മതഭീകരവാദികൾക്ക് പിന്തുണ നൽകുകയാണ്. ഇവരുടെ അപ്പാപ്പനായിട്ടാണ് ഹാഫിസ് സയ്യിദ് വാഴുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ അടക്കം ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെയും നേതാക്കന്മാരുടെയും ഇവിടുത്തെ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് അകത്ത് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ അവരുടെ ഐക്യദാർഢ്യമാണ്. അപ്പോൾ ഈ ഐക്യദാർഢ്യവും സമരസപ്പെടലും ഒക്കെ ഇവിടുത്തെ മതഭീകരവാദികൾ മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദി തെരഞ്ഞെടുത്തെന്നാണ് ഈ മതഭീകരവാദികൾ ശക്തമായ നിലപാടെടുക്കുന്നു. ഈ രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നു, ഈ രാജ്യത്തെ സാമൂഹിക ശക്തിയാക്കി മാറ്റുന്നു, ഹൈന്ദവ ജനതയിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതൊന്നും ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവിടുത്തെ മതഭീകരവാദികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവർ ഹാഫിസ് സയ്യിദിനെയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെയും അവിടുത്തെ ജനറൽ പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ജനറലിനെയൊക്കെ തന്നെ ഇവരുടെ അപ്പനും അപ്പൂപ്പനും ഒക്കെ കാണുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ അപജയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.